നമസ്കാരം. ജെഎം ടോക്സിലേക്ക് സ്വാഗതം. ജനപ്രതിനിധികളാണ് നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതെങ്കിലും നിയമസഭാ സമ്മേളനത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് പലപ്പോഴും ജനം അറിയാറില്ല. ജനം അതിൽ വലിയ താല്പര്യവും കാണിക്കാറില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ നിയമസഭാ സാമാജികന്മാർ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. പക്ഷേ അതൊന്നും സാധാരണ ജനങ്ങളിലേക്ക് എത്താറില്ല. ആകെ കൂടി രാവിലെ ഒരു ശൂന്യവേളയിൽ, അതായത് 0 അവറിൽ ചില വിഷയങ്ങളിൽ അടിയന്തര പ്രമേയം ഉന്നയിക്കും. അതിനെ ചൊല്ലിയുള്ള വാഗ്വാദങ്ങളും അതിനുശേഷം നടത്തുന്ന വോക്കൗട്ടോ അല്ലെങ്കിൽ ബെല്ലിറങ്ങിയുള്ള പ്രകടനങ്ങൾ, പിന്നീട് നടന്ന പത്രസമ്മേളനങ്ങൾ, ഇതൊക്കെ മാത്രമേ ലൈവായിട്ട് ചാനലുകളിൽ കാണാറുള്ളൂ. അതുമാത്രമേ ആളുകൾ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷേ ഇത്തവണ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിയമസഭാ സമ്മേളനങ്ങൾ കൂടുതൽ ജനശ്രദ്ധയിലേക്ക് വരുന്നുണ്ട്. പലതരത്തിൽ. ഒന്ന്, അതിനകത്ത് നടക്കുന്ന പ്രസംഗങ്ങൾ, മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ, മറുപടി പ്രസംഗങ്ങൾ, അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ഈ MLA-മാരുടെ പ്രസംഗങ്ങൾ തന്നെ റീലുകളായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരികയും അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഒരർത്ഥത്തിൽ അതൊരു നല്ല കാര്യമാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അവരുടെ ജനപ്രതിനിധികൾ നിയമസഭയിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു, എന്ത് പറയുന്നു, അതിൽ നടക്കുന്ന ഡിബേറ്റുകൾ എന്തൊക്കെ, ഇതൊക്കെ ജനങ്ങൾ കാണുകയും അവർക്കതിൽ താല്പര്യം വരികയും കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഉതകുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നതും വലിയ കാര്യമാണ്. പണ്ടൊക്കെ വളരെ വിരസമായിരുന്നു ചർച്ചകളൊക്കെ. കാരണം ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയെയോ സർക്കാരിനെയോ പുകഴ്ത്തിപ്പാട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ദേശീയ അന്തർദേശീയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വാപാതി ഗണപതി പോലെയുള്ള ആവർത്തന പ്രസംഗങ്ങൾ, അത് കേട്ട് പലരും നിയമസഭയ്ക്കകത്തും ഗാലറിയിൽ വരുന്ന ഉറങ്ങുന്ന കാഴ്ചകളാണ് പണ്ടും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിയമസഭയിൽ അങ്ങനെ ഒരു ആലസ്യത്തിൻ്റെ നിമിഷങ്ങളില്ല, എപ്പോഴും വളരെ സജീവമാണ്. അതിനൊരു കാരണം ഇത്തവണത്തെ നിയമസഭാ സാമാജികർ, പ്രത്യേകിച്ച് UDF-ൻ്റെ പല MLA-മാരും വളരെ പ്രഗത്ഭരാണ്. പ്രത്യേകിച്ച് യുവനിരയൊക്കെ നല്ല പ്രഭാഷകരാണ്, നന്നായിട്ട് പഠിക്കുന്നവരാണ്, വായിക്കുന്നവരാണ്. അതൊക്കെ അവരുടെ പ്രസംഗങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇതെല്ലാം പറയാൻ കാര്യം മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെ നിയമസഭയിലെ ഇടപെടലുകളും പ്രസംഗങ്ങളുമാണ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന് തുടക്കത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച ധവളപത്രം, അതിനുശേഷം അദ്ദേഹം അവതരിപ്പിച്ച ബജറ്റിന് ശേഷം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം, ഈ ഇന്നലെ അദ്ദേഹം ബജറ്റിൻ്റെ മേലുള്ള പൊതു ചർച്ചയ്ക്ക് മറുപടിയായിട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം, ഇതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇതൊക്കെ മുഴുവൻ സമയ റീലുകളായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരികയും ആളുകളെല്ലാം കാണുകയും ചെയ്യുന്നുണ്ട്. VD സതീശൻ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം എത്രമാത്രം അതേക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അല്ലാതെയുള്ള വായനകളുടെ പിൻബലം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പ്രകടമാകുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഡിബേറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവൊക്കെ ഇതിനകത്ത് ആളുകൾ വളരെ ശ്രദ്ധാപൂർവം കൗതുകത്തോടെ കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ ഇന്നലത്തെ നിയമസഭാ പ്രസംഗത്തിൽ അദ്ദേഹം എങ്ങനെയാണ് PM ശ്രീയുടെ കാര്യത്തിലും മദ്യനയത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഖനനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ, ഈ ധാതു സമ്പത്തുകളുടെ ഖനനം സംബന്ധിച്ച കാര്യത്തിലുമൊക്കെ അദ്ദേഹം എടുത്ത നിലപാടുകളും അതേക്കുറിച്ച് അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് അതിനെ മുന്നോടിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗങ്ങളുമൊക്കെ വളരെയേറെ ആകർഷകമായിരുന്നു. ഈ ഏറ്റവും അധികം വിവാദം ഉണ്ടാക്കിയ മദ്യനയത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക. മദ്യനയത്തെ സംബന്ധിച്ച് എത്ര കിട്ടിയെന്നായിരുന്നു ചോദ്യം. അതായത് ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനായിട്ട് ബജറ്റിൽ നിർദ്ദേശം കൊടുത്തത് വഴി കർണാടകയിലെ ഒരു മദ്യ കമ്പനിയോട് കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയെന്ന മട്ടിലായിരുന്നു. ആ മദ്യനയത്തെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ UDF-നുള്ളിലുണ്ട്, കോൺഗ്രസിനുള്ളിലുണ്ട്, വ്യക്തിപരമായിട്ട് എനിക്കുമുണ്ട്. VD സതീശൻ്റെ ഇതുവരെയുള്ള എല്ലാ നിലപാടുകളെയും സമീപനങ്ങളെയൊക്കെ ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുമ്പോഴും ഈ മദ്യനയത്തിൽ വരുത്തിയ ഈ മാറ്റം എന്തിന് എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞ സംഗതി എനിക്കത്ര പൂർണ്ണമായി സ്വീകാര്യമായില്ലെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ നിയമസഭയിലെ മറുപടി പ്രസംഗം ശ്രദ്ധിക്കുക. കാരണം അദ്ദേഹത്തിന് ആ മറുപടി പറയുന്ന കാര്യങ്ങളെല്ലാം എന്നോടൊപ്പം പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. ശ്രദ്ധിക്കുക, അപ്പോൾ സംശയങ്ങളൊക്കെ നീങ്ങുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ 95% സംശയവും അതിൽ നീങ്ങി. 5% സംശയത്തിനുള്ള മറുപടി അദ്ദേഹം നൽകി. കാരണം ഇത് UDF-ന് വിട്ടിരിക്കുന്നു, അതുകൊണ്ട് തീരുമാനം അന്തിമമല്ല. എന്തായാലും അദ്ദേഹം എടുത്ത ആ ഒരു നിലപാടും അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിൻ്റെയും ഏറ്റവും കാതലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, LDF സർക്കാരിൻ്റെ കാലത്ത് ഇതേ നയം, ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള തീരുമാനം കൃത്യമായും ഒരു നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്.
അതിൻ്റെ രേഖകൾ സഹിതമാണ് അദ്ദേഹം നിന്ന് അത് സംബന്ധിച്ചുള്ള കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ രേഖകളെല്ലാം കയ്യിലെടുത്തുകൊണ്ട് അത് വായിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഉണ്ടായൊരു സംഗതി, പുതിയ മദ്യനയം UDF സർക്കാർ നടപ്പാക്കുമോ നടപ്പാക്കാതിരിക്കുമോ എന്നുള്ള വേറെ കാര്യം. വില കുറഞ്ഞ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യം സർക്കാർ അംഗീകരിക്കുമില്ലോ എന്നുള്ളത് വേറെ കാര്യം, അതൊക്കെ ഇനിയും വരേണ്ട കാര്യമാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ മുൻ LDF സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് അത് വളരെ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ തന്നെ PM ശ്രീ വിഷയത്തിൽ എന്തായിരുന്നു ആരോപണം? LDF സർക്കാർ വേണ്ടെന്ന് വെച്ച PM ശ്രീ ഇതാ UDF സർക്കാർ വീണ്ടും കൊണ്ടുവരുന്നു. രണ്ട് ചോദ്യമേ BD സതീശൻ ചോദിച്ചുള്ളൂ. ഒന്ന്, നിങ്ങൾ ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചോ? PM ശ്രീയിൽ ഒപ്പുവെച്ചെങ്കിൽ എന്തിനു ഒപ്പുവെച്ചു? ഇത് മരവിപ്പിക്കാൻ വേണ്ടിയാണ് ഒപ്പുവെച്ചത്. മരവിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഒരു ഉത്തരവ് ഇറക്കുമോ? അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ഒപ്പുവെക്കുമോ? ആ ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല. രണ്ടാമത്തെ സംഗതി, ഞങ്ങൾക്ക് 1500 കോടി രൂപയുടെ ഈ സർവശിക്ഷാ അഭിയാൻ്റെ സാമ്പത്തിക സഹായം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായി അതിനകത്ത് രണ്ടാമത്തെ ചോദ്യം വരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ പറഞ്ഞ ആദർശത്തിന് എന്ത് വില? അപ്പം നിങ്ങളുടെ ആദർശം പൊള്ളയായിരുന്നു ഇല്ലേ എന്ന് ചോദിക്കുന്നു. ഈ രണ്ട് ചോദ്യങ്ങളിലൂടെ കഴിഞ്ഞ സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള കാപട്യം അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് വ്യക്തമായി കഴിഞ്ഞു. അപ്പം ഞാൻ പറയുന്നത്, ഒന്ന് മദ്യനയത്തിലും രണ്ട് PM ശ്രീയുടെ കാര്യത്തിലും LDF സർക്കാർ എടുത്ത ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ അവരുടെ കാപട്യം പൊളിച്ചു എന്നുള്ളതാണ് ഈ VD സതീശൻ ഇന്നലത്തെ പ്രസംഗത്തിലൂടെ ഏറ്റവും മനോഹരമായി നടത്തിയ കാര്യം. അതിനകത്ത് മദ്യനയത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എന്തിനാ ഇപ്പോൾ ഇങ്ങനെ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ കരാർ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അദ്ദേഹം അത് താൽക്കാലികമായിട്ട് അതിൽ നിന്ന് തലയൂരി അത് UDFൻ്റെ തീരുമാനത്തിന് വിട്ടു. പക്ഷേ ഈ ഒരു വിഷയം നിയമസഭയിൽ കൊണ്ടുവന്ന് പ്രതിപക്ഷത്തെ കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിപ്പിച്ച് അവരുടെ ആ ഒരു ഇരട്ടത്താപ്പ് കാപട്യം ഭംഗിയായിട്ട് അത് എക്സ്പോസ് ചെയ്യുന്നുള്ളതാണ് അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ കാണിച്ച മിടുക്ക്. അത് സമ്മതിച്ചു കൊടുക്കാതെ വയ്യ. അതുപോലെ ഇന്നലത്തെ ബജറ്റ് ചർച്ചയുടെ അവസാന ഭാഗത്ത് മുഖ്യമന്ത്രിയും അതായത് മറുപടി പ്രസംഗത്തിനിടയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ആ ഒരു ഏറ്റുമുട്ടൽ, അത് മനോഹരമായൊരു ഡിബേറ്റായിരുന്നത്. അതിൽ പഴയ കാര്യങ്ങളൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് VD സതീശൻ പ്രസംഗിക്കുകയും VD സതീശനോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പ്രതിപക്ഷം തയ്യാറാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ ഇതാ ഞാൻ വഴങ്ങിത്തരുന്നു, എഴുന്നേറ്റൊന്ന് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് VD സതീശൻ്റെ ഇരുന്ന് കൊടുക്കുമ്പോൾ താൻ പറയുന്നതിൽ അദ്ദേഹത്തിനുള്ള ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം അതിനകത്ത് വളരെ പ്രകടമായിരുന്നു. പ്രതിപക്ഷത്തിന് ഒരിക്കലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പറ്റിയില്ല. പ്രതിപക്ഷ നേതാവിന് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം പോലും തെറ്റാണെന്ന് സ്ഥാപിക്കാൻ പറ്റിയില്ല. എന്ന് മാത്രമല്ല, വിശദീകരിച്ച് അവർ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഒരൊറ്റ ചോദ്യം, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സാമൂഹ്യ പെൻഷൻ 16 മാസത്തേത് കുടിശ്ശിക വരുത്തിയെന്ന് ആരോപിച്ച പ്രതിപക്ഷത്തിൻ്റെ ആരോപണം എങ്ങനെ തെറ്റായിരുന്നുവെന്നും ആകെ 3 മാസത്തെ മാത്രമാണ് കുടിശ്ശിക ഉണ്ടായിരുന്നെന്നുള്ളതെന്നും അദ്ദേഹം രേഖ സഹിതം തെളിയിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, UDF സർക്കാർ പോയി LDF സർക്കാർ വന്ന ശേഷം 18 മാസത്തെ സാമൂഹ്യ പെൻഷനാണ് കുടിശ്ശിക വരുത്തുകയല്ല ചെയ്തത്, പണമൊക്കെ കൊടുത്തു. പക്ഷേ 18 മാസത്തെ സാമൂഹ്യ പെൻഷൻ്റെ പണം കടമെടുത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതും VD സതീശന് എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണ്. അതായത് കഴിഞ്ഞ സർക്കാരിനെ 16 മാസത്തെ കുടിശ്ശിക ഉണ്ടെന്ന് ആരോപിച്ച ഇടത് സർക്കാർ ഇപ്പോൾ 18 മാസത്തെ കുടിശ്ശിക കടം വാങ്ങിക്കൊടുത്തിട്ട് അതിൻ്റെ പാവഭാരം അല്ലെങ്കിൽ അതിൻ്റെ ബാധ്യത മുഴുവൻ പുതിയ സർക്കാരിനെ തലയിൽ വെച്ചിട്ട് പോകുക എന്ന് പറയുമ്പോൾ അതിലും മനോഹരമായിട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള ആ ഒരു സമീപനവും നിലപാടുകളും ഇരട്ടത്താപ്പും ഒക്കെ വ്യക്തമാക്കാനില്ല.